845 വർഷത്തിൽ കൊളോസ്റ്റൽ ആർമർ എന്ന 2 ടൈറ്റനുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ അവർ ആ മതിലുകൾ തകർത്തു. മനുഷ്യർ വാൾമാരെ ഉപേക്ഷിച്ചു. ജനസംഖ്യയുടെ 5-1 ഭൂമിയുടെ 3-1 നഷ്ടപ്പെട്ടു. മനുഷ്യരെല്ലാം വാൾ റോസിലോട്ട് ചുരുങ്ങി. പിന്നീട് 850 വർഷത്തിൽ ട്രസ്റ്റ് നഗരത്തെ വീണ്ടും ടൈറ്റൻസ് ആക്രമിച്ചു. ഒരു ടൈറ്റന്റെ വായലകപ്പെട്ട എറിൻ യേഗർ വിചിത്രമായ മറ്റൊരു ടൈറ്റന്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്നു. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, നീ ആരാ? മനുഷ്യനോ അതോ ടൈറ്റനോ? മനുഷ്യനാണെന്ന് എറിൻ പറയാണ്. പക്ഷേ നീ പറയുന്നത് ആരും വിശ്വസിക്കില്ലെന്ന് ആ ഓഫീസർ അവനോട് പറയുന്നു. അങ്ങനെ അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. മാർക്കോ, ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല. എനിക്ക് മതിയായി. എന്റെ കൺമുമ്പിൽ വെച്ചാ അവരെ തിന്നത്. അവര് മരിക്കുന്നത് കണ്ട് എനിക്ക് ദേഷ്യമോ സങ്കടമോ ഒന്നും തന്നെ വന്നില്ല. അവരുടെ സ്ഥാനത്ത് ഞാനല്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാനേ എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ. പക്ഷേ അടുത്തത് ഞാനായിരിക്കും. എനിക്ക് മനസ്സിലായി, അവരുടെ വായിൽ പെടുന്നത് വരെ ജോലി ചെയ്യാ എന്നതല്ലേ നമ്മളുടെ ലക്ഷ്യം. അങ്ങനെ ജീവിക്കുന്നതിന് നല്ലത് എന്ന് പറഞ്ഞ ആ ഓഫീസർ തന്റെ കയ്യിലെ വാളെടുക്കുന്നു. നീ ഒന്ന് അടങ്ങ്. നീ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നീ ആ സെഷയെ ഒന്ന് നോക്ക്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ധൈര്യത്തോടെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇതേ സമയം അയ്യോ എനിക്ക് വയറുവേദനാവുന്നേ എന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കുന്നു. അത് രഹസ്യമായി വെക്കാൻ പറഞ്ഞത് എന്തായാലും നന്നായി. ഈ ഒരു അവസ്ഥയിൽ എറിനെ പറ്റിയുള്ള വാർത്ത പുറത്തറിഞ്ഞാൽ എന്ന് പറയുവാണ് ജിൻ. പെട്ടെന്നാണ് ബീരങ്കിയുടെ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്നുള്ള ബീരങ്കിയുടെ ശബ്ദം കേട്ട് എല്ലാവരും പേടിക്കുന്നു. എന്താ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ വല്ല ടൈറ്റൻസ് വന്നു കാണുമോ? എന്താണെന്നറിയാൻ ട്രെയിനറും ജിന്നും മറ്റുള്ളവരും അങ്ങോട്ട് പോകുന്നു. ആർവിനെയും മിക്കാസയെയും രക്ഷിക്കാൻ വേണ്ടി എറിൻ ഒരു ടൈറ്റനായി മാറിയതായിരുന്നു അത്. ഇത് കണ്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നു. ഇതേ സമയം തന്നെ എറിൻ സ്വബോധത്തിലോട്ട് വരുന്നു. അവൻ ആ ടൈറ്റന്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുവാണ്. അവനും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബീരങ്കി വെടിവെച്ചത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ വലിയൊരു പൊട്ടിത്തെറിയും വളരെ ചൂടും. നമ്മളൊക്കെ ഇപ്പോ ടൈറ്റന്റെ ഉള്ളിലാണോ എന്ന് ചോദിക്കുകയാണോ ആർമിൻ. അതെ, നമ്മളെ എറിൻ രക്ഷിച്ചു എന്ന് പറയാണ് മിക്കാസ. ഈ പൂക്കൾക്കൊന്നും പറ്റിയില്ലേ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണോ ആർമിൻ. അപ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് എറിൻ അങ്ങോട്ട് വരുന്നത്. ഇതേ സമയം തന്നെ ആ ടൈറ്റൻ ഇല്ലാതാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ നമ്മളെ അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുവാണോ അതോ പേടിച്ച് നിൽക്കുവാണോ? എന്തായാലും അവർക്ക് ഇപ്പൊ നമ്മളെ കാണാൻ പറ്റില്ല എന്ന് എറിൻ പറയുന്നു. പക്ഷെ ഈ പുകയൊക്കെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും ആക്രമിക്കും. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു, ആ ബേസ്മെന്റ്, എന്റെ വീടിന്റെ ബേസ്മെന്റ്. അവിടെ എത്തുമ്പോൾ എല്ലാം മനസ്സിലാവുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും ആ ബേസ്മെന്റിൽ എത്താൻ സാധിച്ചാൽ ടൈറ്റനുകളെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിയാൻ സാധിക്കും. ഓ നാശം! അച്ഛൻ എന്തിനാ ഇതൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്? ഇതിനു വേണ്ടിയല്ലേ സർവേ കോപ്സിലെ ആയിരങ്ങൾ തങ്ങളുടെ ജീവൻ ഒടുക്കിയത്? ഇതാണ് മനുഷ്യരാശിയുടെ ഏക പ്രതീക്ഷ. ആ പ്രതീക്ഷ ഒരു ബേസ്മെന്റിന്റെ ഉള്ളിലാണെന്നോ? അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? 5 വർഷമായി അച്ഛനെ പറ്റി യാതൊരു വിവരവുമില്ല. ഹേ എറിൻ, നമുക്കിപ്പോ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ എന്ന് മിക്കാസ പറയുന്നു. പുക മാറിയാൽ ഉടനെ അപ്പൊ തന്നെ ആക്രമിക്കണം എന്ന് പറയുവാണ് ഗാർഡ്സ്. പുകയെല്ലാം നൈസായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ വലിയ സ്കെൽട്ടൻ താഴെ വീഴുന്നത്. വീണ്ടും അവിടെ ഒരുപാടധികം പുക വന്നിരിക്കുകയാണ്. ഇതേ സമയമാണ് ഞാൻ വീട്ടിലോട്ട് പോവാ എന്ന് എറിൻ പറയുന്നത്. പക്ഷെ അതിന് ഞാനൊരു ടൈറ്റനായിട്ട് മാറേണ്ടി വരും. പക്ഷെ അതെങ്ങനെയാവൂന്ന് എനിക്ക് എന്നെ അറിയില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റും. നമ്മൾ കൈകൾ അനക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത പോലെ. നേരത്തെ ആ ബീരങ്കിയുടെ ഉണ്ട തടയണമെന്ന് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അതുകൊണ്ടായിരിക്കും ആ കൈയിന്റെ ആ ഒരു ഭാഗത്ത് മാത്രം മാംസം വന്നത്. ഈ പ്രാവശ്യം ഒരുപാടധികം ശക്തിയുള്ള ഒരെണ്ണത്തിന് വേണ്ടി നോക്കാം. നേരത്തെ ആ ടൈറ്റനുകളൊക്കെ ഇല്ലാതാക്കിയ ആ 15 മീറ്റർ അത് മതിയാവും. ഇതേ സമയമാണ് എറിന്റെ മൂക്കിൽ നിന്നും ചോര വരുന്നത്. നീ നന്നായിട്ട് ശ്വാസം വലിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല മുഖം വളരെ വിളറിയിട്ടുമുണ്ട്. അത് നിന്റെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പോ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമല്ല. എന്റെ കയ്യിൽ 2 പ്ലാൻ ഉണ്ട്. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളെ വെറുതെ വിട്ടേക്കാം. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാടധികം ബുദ്ധിമുട്ടി. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഇത് കേട്ട് ആർമിനും മിക്കാസയും പറ്റില്ലെന്ന് പറയുന്നു. നിന്റെ ഒപ്പം എത്താൻ സാധിച്ചില്ലെങ്കിൽ നീ എന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുവാണ് മിക്കാസ. പക്ഷെ നീ പറയുന്നതും കേട്ട് ഞാൻ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ അനിയനോ മകനോ ഒന്നും അല്ലെന്ന് എന്ന് ദേഷ്യത്തോടെ എറിൻ പറയുന്നു. പിന്നീട് നമുക്ക് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. വാൾ സീനയ്ക്കുള്ളിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം ഈസ്റ്റ്, ഗോതമ്പ്, സോയാബീൻ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സംഭരണികൾക്കുള്ളിൽ ഈ ഈസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടാവും. അവ അത് ഒരുപാട് നാൾ കേടുവരാതെ സൂക്ഷിക്കും. വാൾമറിയ തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായി സപ്ലൈ റൂട്ടിലുള്ള ഭക്ഷണ സ്റ്റോറുകളിൽ ഈ ഈസ്റ്റ് വളർത്താറുണ്ട്. സൈനികരെ ഉപയോഗിച്ച് ആക്രമണത്തിന്റെ യാതൊരു തയ്യാറെടുപ്പും കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴേ മിക്കാസ അത് തിരിച്ചറിഞ്ഞേനെ. ഇതേ സമയം തന്നെ അവർ അടുത്ത ഉണ്ട് റീലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് 20 സെക്കൻഡ് എങ്കിലും വേണ്ടി വരും. ഇതേ സമയമാണ് ആർമിന് മിക്കാസയും എറിനും ചേർന്ന് അവനെ രക്ഷിക്കുന്ന ഓർമ്മകളൊക്കെ വരുന്നത്. ഞാൻ എന്തിനാ ഇപ്പൊ അതൊക്കെ ഓർക്കുന്നത്? ഇത് ഞങ്ങളുടെ അവസാന നിമിഷം ആയതുകൊണ്ടാണോ? ഇപ്പോ അവസാനമാണെങ്കിലും ഞാനൊരു ഭീരു തന്നെയാണ്. എണ്ണാവുന്നതിൽ കൂടുതൽ തവണ അവരെന്നെ രക്ഷിച്ചു.
ഒരിക്കൽ പോലും ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലുള്ള കൂട്ടുകാർക്കിടയിൽ ഞാൻ എങ്ങനെ തുല്യമായിട്ട് നിൽക്കും? ഞാനും നിങ്ങൾക്കൊപ്പം വരുന്നു എന്നെങ്ങനെ എനിക്ക് അവരോട് പറയാൻ കഴിയും? ഇതിനുശേഷം ഞങ്ങൾ 3 പേരും ഒരിക്കലും ഒരുമിച്ചായിരിക്കില്ല എന്ന് ആർമിൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതേ സമയം തന്നെ എറിനും മിക്കാസിയും അവിടെ അടികൂടിക്കൊണ്ടിരിക്കുവാണ്. എന്റെ മനസ്സിൽ 2 പ്ലാൻ ഉണ്ടെന്നല്ലേ പറഞ്ഞു തന്നെ. ആർമിൻ, തീരുമാനം ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയാണ് എറിൻ. എന്റെ പ്ലാൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. നമ്മുടെ സൈന്യത്തിന്റെ കീഴിലായിരിക്കും ഈ ടൈറ്റനെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുക. ഒരുപാട് ആവേശം കാണിക്കുന്നുണ്ടെന്നറിയാം. ഞാൻ മനുഷ്യരാശിക്ക് ഭീഷണിയല്ലെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിച്ച് ഇവിടെ നിൽക്കാം. അതാണ് 2ാമത്തെ പ്ലാൻ. നിനക്ക് അതിന് കഴിയുമെന്നാണെങ്കിൽ എനിക്ക് ആദ്യത്തെ പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വരും. നിനക്ക് തീരുമാനിക്കാൻ 15 സെക്കൻഡ് സമയമുണ്ട്. എറിൻ, ഇതുപോലൊരു തീരുമാനം എന്തിനാണ് എന്നെ ഏൽപ്പിക്കുന്നത്? സാഹചര്യം അനുസരിച്ച് നീ എടുക്കുന്ന തീരുമാനം നല്ലതാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ചതും അത് തന്നെയാണ് എന്ന് എറിൻ പറയുന്നു. ഞാൻ എപ്പോഴാണ് നിങ്ങളെ രക്ഷിച്ച്? ഒരുപാട് തവണ. 5 വർഷം മുൻപ് നീ ഹോണസിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും മിക്കാസി അന്ന് ജീവനോടെ കാണില്ലായിരുന്നു. ഇത് കേൾക്കുന്ന ആർവിന് മനസ്സിലാവുകയാണ്. അപ്പോ ഇത്രയും കാലം അവൻ വിചാരിച്ച പോലെ അവൻ ഒന്നിനും കൊള്ളാത്തവനായിരുന്നില്ല. മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാണെന്ന് സ്വയം പറഞ്ഞ് വിശ്വസിച്ചു. പക്ഷേ അവർക്ക് അത് അങ്ങനെയല്ല തോന്നിയത്. സോ ഇപ്പൊ സർവേ കോപ്സ് അവരെ ഷൂട്ട് ചെയ്യാനുള്ള സമയമായിരിക്കുവാണ്. സ്വന്തം ജീവൻ എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഇവരെയാണ് ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ആർവിൻ അവരുടെ അടുത്തോട്ട് പോകുന്നു. എറിൻ ടൈറ്റനായി ഫൈറ്റ് ചെയ്യുന്നത് കണ്ടത് മുതൽ എന്തോ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അത്ര വ്യക്തമായി മനസ്സിലാവുന്നില്ല. എന്നാലും ഞാൻ പിന്മാറില്ല. വേണ്ടി വന്ന ഞാൻ സംസാരിച്ചുകൊണ്ട് ചിന്തിക്കും എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വന്ന് സറണ്ടർ ആവുകയാണ് ആർമിൻ. ഞാൻ മനുഷ്യരാശിയുടെ ശത്രുവല്ല. എന്നെ അനുവദിച്ചാൽ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം സാർ. നിന്റെ ഒന്നും ന്യായങ്ങൾ ഇനി ഇവിടെ ആർക്കും കേൾക്കണ്ട. കാണേണ്ടതെല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അവൻ ഞങ്ങൾക്ക് ഭീഷണിയല്ലെങ്കിൽ അത് തെളിയിക്ക്. പറ്റിയില്ലെങ്കിൽ അവനെ എന്നേക്കുമായി ഇല്ലാതാക്കും. തെളിവിന്റെ ഒരാവശ്യവുമില്ല. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, ശരിയാണ്, ഇവിടെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ അവനെ എങ്ങനെ കാണുന്നു എന്നതല്ല പ്രശ്നം. അവനെ ടൈറ്റന്റെ രൂപത്തിൽ നിങ്ങൾ കണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ ടൈറ്റന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതും നിങ്ങൾ കണ്ടു കാണും. മറ്റു ടൈറ്റനുകൾ അവനെ കൂട്ടമായി ആക്രമിക്കുന്നതും നിങ്ങൾ കണ്ടതല്ലേ? അതിനർത്ഥം ടൈറ്റനുകൾ അവനെയും അവരുടെ ശത്രുവായിട്ട് കണ്ടതെന്നല്ലേ? എങ്ങനെയൊക്കെ നോക്കിയാലും ഈ സത്യം തെളിയിക്കാനാവില്ല. ഇത് കേൾക്കുന്ന അവിടെയുള്ള ഓഫീസേഴ്സിന് എല്ലാവർക്കും അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അവൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കാൻ പാടില്ല. നമ്മളുടെ രൂപവും ബുദ്ധിയൊക്കെ അവർ മുതലെടുക്കുവാണ്. നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും ഈ ലോകത്ത് ഇനി അവരെ തുടരാൻ അനുവദിച്ചൂടാ എന്ന് ക്യാപ്റ്റൻ പറയുന്നു. ഇത് കേട്ട് എറിനും മിക്കാസിയും ആർമിനൊക്കെ ഒരു നിമിഷം സ്തംഭിച്ചു പോകുന്നു. എല്ലാവരും ഇവർക്ക് നേരെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. എന്നാൽ ആർമിൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മനുഷ്യരാശിയുടെ പോരാട്ടത്തിനായി ജീവൻ സമർപ്പിച്ച ഒരു സൈനികനാണ് ഞാൻ. അതിന്റെ ഭാഗമായി മരിക്കുന്നതായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. എങ്ങനെയെങ്കിലും അവന്റെ ടൈറ്റന്റെ ശക്തി നമ്മളുടെ സൈനികരുടെ ശക്തിയുടെ ഒപ്പം ഉപയോഗിക്കാൻ സാധിച്ചാൽ ഈ നഗരത്തിൽ നിന്നും ടൈറ്റനുകളെ ഇല്ലാതാക്കാൻ സാധിക്കും. മനുഷ്യരുടെ വിജയത്തിന് വേണ്ടി എനിക്ക് ബാക്കിയുള്ള സമയം കൊണ്ട് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണമെന്ന് വിശദീകരിക്കാൻ അനുമതി തരണം. ക്യാപ്റ്റൻ ഫയൽമാൻ, ഒരുപക്ഷെ അവൻ പറയുന്നത് സൈലൻസ്. എന്തൊക്കെ പറഞ്ഞാലും അവരെ വിശ്വസിക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്തവരെ തുടരാൻ അനുവദിക്കരുത്. അതൊരു സൈനികന്റെ കടമയാണ് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നു ആരോ അത് തടയുന്നു. ശരീരം ഇത്രയും വലുതാണെങ്കിലും പിഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സാണല്ലോ നിനക്ക്. അത് വേറെ ആരുമല്ല, കമാൻഡർ പിക്സീസ് ആയിരുന്നു. അവന്റെ ആ സല്യൂട്ട് അത് നീ കാണുന്നില്ലേ? ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. പക്ഷെ നടന്നതെല്ലാം വഴിയെ അറിഞ്ഞു. പോയി റീഫോഴ്സ്മെന്റിന്റെ കമാൻഡ് ഏറ്റെടുക്ക് എന്ന് ക്യാപ്റ്റൻ പിക്സീസ് പറയുന്നു. അവരെന്താ പറയുന്നതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. സർവേ കോപ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ടൈറ്റനുകൾ തെക്ക് ഭാഗത്ത് നിന്നും വരുമെന്നായിരുന്നു വിവരം. കൃത്യമായി തകർന്ന വാൾമാറയുടെ തെക്ക് ഭാഗത്തെ സിഗാക്ഷിന നഗരം. അതുകൊണ്ട് അടുത്തതായി നശിപ്പിക്കാൻ പോകുന്നത് വാൾറോസിന്റെ തെക്ക് ഭാഗത്തുള്ള ട്രസ്റ്റ് നഗരമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ട്രസ്റ്റ് നഗരത്തിന്റെ ഉള്ളിലെ കവാടമാണ്. ഇവരാണ് ഡേറ്റ് പിക്സീസ്. ട്രസ്റ്റ് നഗരം ഉൾപ്പെടുന്ന മുഴുവൻ തെക്കൻ പ്രദേശങ്ങളുടെയും ചീഫ് എക്സിക്യൂട്ടീവ്. മതിലുകൾക്കുള്ളിലെ പ്രധാന നഗരങ്ങളുടെ പ്രതിരോധത്തിനുള്ള ചുമതല ഇവർക്കാണ്. ഒരെണ്ണത്തെ പോലും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺ ടൈറ്റൻ എന്നെ തിന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ് പിക്സീസ്. ഇങ്ങർക്ക് അരപ്പിരി ലൂസ് ആണെന്നാണ് മറ്റു സൈനികരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമാൻഡർ എന്തുദ്ദേശിച്ചാണ്? അവന്മാരെയും കൊണ്ട് അങ്ങോട്ട് പോവാൻ അവർക്ക് എങ്ങനെ തോന്നി? സാർ, ശരിയാണ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് കമാൻഡറിന്റെ പ്രവൃത്തികൾ. ഓ, മനസ്സിലായി. എല്ലാത്തിനുള്ള ഉത്തരം ആ ബേസ്മെന്റിൽ ഉണ്ടല്ലേ എന്ന് എറിനോട് ചോദിക്കുവാണ് പിക്സസ്. അതെ, ഞാൻ പറഞ്ഞത് സാർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എറിൻ ചോദിക്കുന്നു. നീ പറഞ്ഞത് എനിക്ക് അത്ര അങ്ങ് വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് ഇതൊക്കെ എനിക്ക് മനസ്സിൽ വെക്കാൻ മാത്രമേ സാധിക്കൂ. എന്നാലും കാര്യങ്ങളുടെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോഡറ്റ് ആർലറ്റ് അല്ലേ? യെസ് സാർ എന്ന് ആർമിൻ പറയുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഈ ടൈറ്റന്റെ ശക്തി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഈ നഗരം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നല്ലേ? അത് നീ ശരിക്കും പറഞ്ഞതാണോ അതോ രക്ഷപ്പെടാനുള്ള അടവായിരുന്നോ?
അത് പിന്നെ രണ്ടും. ഞാനപ്പോ പറയാൻ ശ്രമിച്ചത് എറിൻ തന്റെ ടൈറ്റൻ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വലിയ പാറ ചുമന്നുകൊണ്ട് ആ തകർന്ന ഗേറ്റിന്റെ അവിടെ കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു ആശയമാണത്. എറിന്റെ ശക്തി ഉപയോഗിച്ചാൽ ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ മരിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടി ആയിരുന്നു അത്. മരിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം. ഞാൻ കേട്ടതിലും വെച്ച് വിശ്വസിക്കാൻ പറ്റിയ വാക്കുകൾ. അപ്പോൾ കോഡറ്റ് ഏഗർ, ആ ഗേറ്റ് അടയ്ക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? എനിക്കറിയില്ല. ഇവിടെയുള്ള ബാക്കിയുള്ളവരെ പോലെ എനിക്കും അതിനെപ്പറ്റി വലിയ പിടിയില്ല. അതുകൊണ്ട് അടയ്ക്കാനായാലും ഇല്ലെങ്കിലും ഉറപ്പില്ലാത്തൊരു ഉത്തരം തരാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എറിൻ പറയുന്നു. ഓ, അത് ശരിയാ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് തെറ്റായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. നീ അത് ചെയ്യോ ഇല്ലയോ, അതാണ് എന്റെ ചോദ്യം എന്ന് കമാൻഡർ ചോദിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കി താൻ അത് ചെയ്തില്ലെങ്കിൽ ഈ സ്ഥലവും അതുപോലെ ടൈറ്റൻസ് ആക്രമിക്കും എന്ന് മനസ്സിലാക്കിയ അവൻ, ഞാൻ ചെയ്തിരിക്കും. എന്നെ കൊണ്ട് പറ്റുമോ എന്നറിയില്ല, എന്നാലും ഞാൻ ചെയ്യും എന്നവൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ എറിനൊരു നല്ല ടൈറ്റൻ ആയിരിക്കുമോ? അവൻ എങ്ങനെയായിരിക്കും അവിടുത്തെ സർവേ കോപ്സിന്റെ കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ പോകുന്നത്? എറിനിനി എങ്ങനെയായിരിക്കും അവന്റെ വീടിന്റെ ആ ബേസ്മെന്റിലോട്ട് പോകാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.